Good afternoon. Good afternoon, ma'am. Okay. Good afternoon. Good afternoon, Miss. Good afternoon, Okay. Miss. Okay. Please proceed. Okay. Good afternoon, ma'am. Okay, Shani. And she, Vatsana, okay, Sajina, then Sridhar. Good afternoon. പക്ഷെ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ഓക്കെ സലീന, ഗുഡ് ആഫ്റ്റർനൂൺ. സുഖമായിട്ടിരിക്കുന്നു, ഇങ്ങനെ പോകുന്നു, കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോകുന്നു. നിങ്ങൾക്ക് സുഖല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? മിസ് ഒരു ഡാൻസ് കണ്ടായിരുന്നു, ഒരു ഓറഞ്ച് സാരി ഒക്കെ കൊടുത്തിട്ടേ. ഈ അതില് മിസ്സിന് നല്ലോണം ഫോക്കസ് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ. ഞാൻ നോട്ടീസ് ചെയ്തു. എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ വന്നതിന് ശേഷമാണ് കണ്ടത്. അത് പറഞ്ഞാണ്, അത് കഴിഞ്ഞ കോൺവൊക്കേഷന്റെ സമയത്ത് കളിച്ചതാണ്. ഇവിടെ ഡാൻസ് കളിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അറിയാവുന്ന പണിയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അറിയാത്തൊരു കാര്യം കളിക്കുന്നവരുണ്ട്. ഞങ്ങളുടെ അശ്വതി മിസ് നല്ല ഡാൻസറാണ്. അപ്പൊ അതാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ട് തരുന്നത്. ഡാൻസറുമാണ്, പാട്ടുകാരിയാണ്. എന്താണ്? ഡാൻസറുമാണ്, പാട്ടുകാരിയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ തെളിയിച്ചു. കഴിഞ്ഞ ക്ലാസ്സിലെ പാട്ടുകാരിയാണെന്നോ? ഞങ്ങൾക്ക് പാടുന്നു മിസ്. ശരിക്കും എനിക്ക് അറിയാവുന്ന ഡാൻസ് അല്ല. ഞാൻ പാട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളതും, പാട്ടാണ് ഞാൻ കൂടുതൽ പാടാറുള്ളത്. പക്ഷെ എന്താ പറയാ, ഡാൻസ് കളിക്കേണ്ടി വന്നതാണ് ഇവിടെ വന്നതിന് ശേഷം. പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. മിസ് ക്ലാസ് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു പാട്ട് പഠിത്തരുമോ? അല്ല, പാട്ടുതരാം. ക്ലാസ് കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് മുമ്പ് ക്ലാസ് വരുന്നുണ്ട്. ഒരു പാട്ടൊക്കെ പാടി ക്ലാസ്. ഓക്കെ, ശരി. അപ്പൊ നമ്മള് ഇതാണ് പറയരുതെന്നാണ് പറഞ്ഞത്. അത് ശരി. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ഞാനത് പറയുന്നില്ല കേട്ടോ. അപ്പോ നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു റിവിഷൻ ആണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫെബ്രുവരി 10th നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. സമയമുണ്ട് നമുക്ക്. അപ്പോ ഞാൻ എടുത്ത ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ജസ്റ്റ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. നമുക്കൊന്ന് റിവൈസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് പരിചയപ്പെടാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്യുക കേട്ടോ. ഇപ്പൊ ടൈപ്പ് ചെയ്ത് സമയമില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒരു ആൻസർ ഉണ്ടാവണം. ഇനിയിപ്പോ തെറ്റിയാലും കുഴപ്പമില്ല, തെറ്റിയാലും പ്രശ്നമൊന്നുമില്ല. നമുക്കിപ്പോ തിരുത്താനുള്ള സമയമാണല്ലോ, അപ്പൊ തെറ്റിയാലും പ്രശ്നമില്ല കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു രീതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ തെറ്റിപ്പോയില്ലെങ്കിൽ തെറ്റിക്കഴിഞ്ഞാൽ മോശമാവുമെന്ന് വിചാരിക്കരുത്. അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാം കേട്ടോ. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്കോർ നമുക്ക് കിട്ടാം. അതിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ തെറ്റിയാത്ത ഇഷ്യൂ കേട്ടോ. ഓക്കെ, അപ്പൊ മൊഡ്യൂള് 1 ഞാൻ എടുത്ത ചാപ്റ്റേഴ്സ് ഒന്ന് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ ആയിരുന്നു. പിന്നെ ഞാൻ എടുത്തത് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഈ 2 ചാപ്റ്റേഴ്സ് ആണ് ഞാൻ മൊഡ്യൂള് 1 എടുത്തത് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ അതിന്റെ പരിചയപ്പെടാം. ഞാനൊന്ന് ഓൺലൈനിൽ കൊടുക്കാണ് കേട്ടോ. ആദ്യം ഒന്ന് ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. നമ്മള് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റല് പഠിച്ചപ്പോ ആദ്യം നമ്മൾ പറയുന്നു, ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയുകയാണ് കേട്ടോ. അതായത് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകളെ നമ്മൾ പ്രധാനമായിട്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ തുടങ്ങിയത് അല്ലെ. ഇതൊക്കെയായിരുന്നു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, പിന്നെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇതൊക്കെയായിരുന്നു IPD, OPD. ഓക്കെ,
പിന്നെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് അതിനകത്ത് ഒരുപാട് വരുന്നുണ്ട് അല്ലെ. തെറാപ്യൂട്ടിക്, ജനറൽ, ഡയഗ്നോസ്റ്റിക്സ്, ഇൻഫർമേറ്റീവ് അല്ലെ, അങ്ങനെ പല ഡിവിഷൻസ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് ആവശ്യം വരുന്നില്ല, എങ്കിലും കുറെ 12 സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ നമ്മളവിടെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മൾ കണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അത് 3 എണ്ണമാണുള്ളത് അല്ലെ. ഏതൊക്കെയാണ്? ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ്, 2 ഫിനാൻസ്, HR അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. പിന്നെ നമ്മള് അതൊക്കെ മാറ്റി വെച്ച് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന് മാത്രമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തു. അതിൽ IPD ഉണ്ട്, OPD ഉണ്ട്. IPD സേവനങ്ങൾ ഏതൊക്കെയാണ്? അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് ഇൻപേഷ്യന്റ് ആയിട്ടുള്ളത് 24 hour ഒബ്സർവേഷനും കെയറിനും ഒക്കെ ആവശ്യമായിട്ടുള്ള പേഷ്യൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന സേവനമാണ് ഇൻപേഷ്യന്റ് സർവീസിനകത്ത് വരുന്നത്. അതൊക്കെ നോട്ട് ചെയ്യണം കേട്ടോ. എന്തൊക്കെ സേവനങ്ങളാണ് അങ്ങനെയുള്ള പേഷ്യൻസിന് കൊടുക്കുന്നത്? പേഷ്യന്റ് റൂം, വാർഡ്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം, മെറ്റേണിറ്റി വാർഡ് എന്നൊക്കെ പറയുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് വന്ന് നമ്മള് പോകുന്ന സ്ഥലമില്ലല്ലോ. എന്തായാലും 24 hour ഇങ്ങനെയുള്ള ഏരിയകളിലുള്ള പേഷ്യൻസ് എന്ന് പറയുമ്പോൾ 24 hour ഒക്കെ ട്രീറ്റ്മെന്റും ഒബ്സർവേഷനും ഒക്കെ ഉള്ള പേഷ്യൻസിന് കൊടുക്കുന്ന സേവനങ്ങളാണ് അല്ലെ. അപ്പൊ അത് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അത് ഇൻപേഷ്യന്റ് സർവീസ്. ഔട്ട് പേഷ്യന്റ് സർവീസ് നമ്മളൊരു 24 എണ്ണം പഠിച്ചു. ഓക്കെ. പിന്നെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞത് കൺസൾട്ടേഷന് വേണ്ടി മാത്രം, അതായത് എന്തിനല്ല, അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് അല്ല. അവിടെ എന്ന് പറഞ്ഞാൽ ഒരു പകൽ സമയത്ത് ഒരു നിശ്ചിത സമയം വരെ പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് OPD എന്ന് നമ്മൾ പറഞ്ഞത്. പിന്നെ കാഷ്വാലിറ്റി എന്ന് പറയുന്ന മറ്റൊരു പേര് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെ എന്നാണ് പറയാ. പിന്നെ കാർഡിയോളജി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ നമ്മൾ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ചില അസുഖങ്ങളൊക്കെ അവിടെ പഠിച്ചിരുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് വണ്ണാണ് CAD എന്ന് പറയുന്നത് അല്ലെ, കൊറോണറി ആർട്ടറി ഡിസീസ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. അതാണ് കേട്ടോ. അതൊക്കെ പഠിച്ചു വെക്കണം, ഇനി വരും അതൊക്കെ കേട്ടോ. അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചത് എന്താണ്? ആൻജിന ആയിരുന്നു അല്ലെ. ആൻജിന പെക്ടോറിസ് എന്ന് നമ്മൾ പറയും. ഓക്കെ. പിന്നെ ബാക്കി കാർഡിയോളജി സംബന്ധമായിട്ട് മറ്റു പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അതൊക്കെ നോട്ട് ചെയ്ത് പോകണം കേട്ടോ. സർജറി, വാൽവ് റിപ്പയർ ഒക്കെ വായിച്ചു പോകണം. പിന്നെ അനസ്തേഷ്യോളജി 3 ടൈപ്പ് ഓഫ് അനസ്തേഷ്യ ആണ് നമ്മൾ പഠിച്ചത്. ജനറൽ അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യ, റീജിയണൽ അനസ്തേഷ്യ. ജനറൽ അനസ്തേഷ്യയുടെ പ്രത്യേകത എന്താണ്? അതെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്നത്? എങ്ങനെയാണ്? ഒന്നുകിൽ മാസ്ക് മുഖേന, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. മാസ്ക് മുഖേന, അല്ലെങ്കിൽ കാനുല വഴിയായിട്ടാണ്, IV ആയിട്ടാണ്, IV കാനുല വഴിയായിട്ടാണ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ജനറൽ അനസ്തേഷ്യയുടെ മറ്റൊരു പ്രത്യേകത എന്താണ്? അതിൽ ഫുള്ളി പേഷ്യന്റ് അൺകോൺഷ്യസ് ആയിരിക്കും അല്ലെ, അബോധാവസ്ഥയിലായിരിക്കും. അതേസമയം ലോക്കൽ അനസ്തേഷ്യ എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള ആളുകളാണ് അത് ഉപയോഗിക്കുന്നത്? ഡെന്റിസ്റ്റുകൾ ഉപയോഗപ്പെടുത്തുന്നത് ലോക്കൽ അനസ്തേഷ്യയാണ് അല്ലെ. അവിടെ എന്ന് പറയുമ്പോൾ ഫുൾ ബോഡി അൺകോൺഷ്യസ് ആവുന്നുണ്ടോ? ഇല്ല, ബോധം ഉണ്ടായിരിക്കും, പക്ഷെ ആ ഒരു ഏരിയയിൽ മാത്രം നമുക്ക് വേദന അറിയുന്നുണ്ടാവില്ല അല്ലെ. ചോദിക്കുക എങ്ങനെയായിരിക്കും? ഡെന്റിസ്റ്റ് യൂസ് ചെയ്തത് ഏത് ടൈപ്പ് ഓഫ് അനസ്തേഷ്യയാണ്. ഓക്കെ. പിന്നെ റീജിയണൽ അനസ്തേഷ്യ, സിസേറിയൻ സെക്ഷനിൽ ഉപയോഗിക്കുന്ന അനസ്തേഷ്യയാണ് റീജിയണൽ അനസ്തേഷ്യ. ഇതൊക്കെ നോട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ചത് CCU അഥവാ ICU ട്ടോ, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് അഥവാ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു യൂണിറ്റിന്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും സിവിയർ കണ്ടീഷനിലുള്ള പേഷ്യൻസിനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ ICUവിനകത്ത് പഠിക്കുകയും ചെയ്തു അല്ലെ. ഓക്കെ. പിന്നെ അത് ഹാൻഡിൽ ചെയ്യുന്നത് ഒരു ടീം ഓഫ് ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ്. ഓക്കെ. പിന്നെ ഡെർമറ്റോളജി. ഡെർമറ്റോളജി നമ്മുടെ സ്കിന്ന്, ഹെയർ, നെയില്, ഈ 3 കാര്യങ്ങളാണ് കേട്ടോ. സ്കിന്ന്, ഹെയർ, നെയില്, ഇവ 3ഉമായിട്ടും ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡെർമറ്റോളജി എന്ന് പറയുന്നത്. അപ്പൊ സ്കിന്നിനെ ബാധിക്കുന്ന കുറച്ച് രോഗങ്ങൾ നമ്മൾ അവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. ചിലപ്പോൾ ആ രോഗം വന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ്, എന്തൊക്കെ രോഗങ്ങളായിരുന്നു? ആക്നെ, സ്കാർ, പിഗ്മെന്റേഷൻ, വിറ്റിലിഗോ അല്ലെ, വെള്ളപ്പാണ്ട്, അതുപോലെ ഹെയർ ലോസ്, അൺവാണ്ടഡ് ഹെയർ, മോൾസ്, വാട്സ്, റിംഗ്ലിംഗ്, ബീജിംഗ് സ്കിന്ന്, ഇതൊക്കെ അതിന്റെ ഭാഗമാണ് അല്ലെ. ഓക്കെ. ENT സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്ന മറ്റൊരു പേര് എന്താണ്? ഓട്ടോലാരിങ്കോളജിസ്റ്റ്. ആ പേര് നമുക്ക് അധികം ഫെമിലിയർ അല്ല, നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓട്ടോലാരിങ്കോളജിസ്റ്റ് എന്നും അദ്ദേഹം അറിയപ്പെടുന്നു കേട്ടോ. ബാക്കി ENT സർജൻ എന്നൊക്കെ നമ്മൾ പൊതുവെ പറയുന്നതാണ്. ഓട്ടോലാരിങ്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ENT സർജന് തന്നെയാണ്, സ്പെഷ്യലിസ്റ്റിനെ തന്നെയാണ് നമ്മൾ ഓട്ടോലാരിങ്കോളജിസ്റ്റ് എന്ന് പറയുന്നത്.
ഓക്കെ. അതുപോലെ ലാരിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വോയിസ് ബോക്സ് ആണ് കേട്ടോ. നമ്മുടെ വോയിസ് ബോക്സിനെയാണ് ലാരിങ്സ് എന്ന് പറയുന്നത്. പിന്നെ ENT ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. കുറച്ച് നിങ്ങൾ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, വായിച്ചു പോകണം. അതിപ്പോ സ്നോറിംഗുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹിയറിംഗ്, ബാലൻസിങ് ആൻഡ് ഹിയറിംഗ് ഡിസോർഡേഴ്സ് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയണം അത് ENT ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ പ്രസിദ്ധ, കറക്റ്റ് ആണ്. നെറ്റ് ലെൻസ് ഞാൻ പറയുന്നത് ഇതൊക്കെ നിങ്ങൾ ഞാൻ ഓടിച്ചിട്ട് പറയുന്നതാണ്. ഇതൊക്കെ ഒന്ന് വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ വരുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. പിന്നെ എൻഡോക്രൈനോളജി. എൻഡോക്രൈനോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെ, ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്ന ഗ്ലാൻഡുകളും ഹോർമോണുകളെ കുറിച്ചൊക്കെയുള്ളൊരു പഠനശാഖയാണ് എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. അപ്പൊ എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരുന്ന എന്താണ് ഓർഗൻസുകൾ ഏതൊക്കെയാണ് അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പാൻക്രിയാസ്, തൈറോയിഡ്, പാരാതൈറോയിഡ്, പീനിയൽ, ഹൈപ്പോതലാമസ്, അഡ്രീനൽ, പിറ്റ്യൂട്ടറി, ഓവറി, ടെസ്റ്റിസ്, ഇതൊക്കെ എന്താണ് എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഇനി അവിടെ ഏതൊക്കെ തരത്തിലുള്ള അസുഖങ്ങളെയാണ് അവിടെ ട്രീറ്റ് ചെയ്യുന്നത്? ഏതൊക്കെയാണ്? ഡയബറ്റിസ്, ന്യൂട്രീഷൻ, ഓസ്റ്റിയോപൊറോസിസ്. ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബോൺ ഡിസോർഡർ ആണ് കേട്ടോ, ഒരു കാൽഷ്യം ഡിസോർഡർ ആണ്. എന്ന് പറഞ്ഞാൽ കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന നമ്മുടെ എല്ല് പൊടിച്ചിൽ എന്നൊക്കെ നമ്മൾ പറയുന്നത്, നമ്മുടെ എല്ലുകള് വളരെയധികം മൃദുലമായി പൊട്ടിപ്പോകുന്ന ഒരവസ്ഥേനെയാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ പിറ്റ്യൂട്ടറി, ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. ജെറിയാട്രിക്സ്, ഓക്കെ മറിയം കറക്റ്റ് ആണ് കേട്ടോ. ജെറിയാട്രിക്സ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അതെ, വാർദ്ധക്യ സഹജമായിട്ടുള്ള അല്ലെ, ഓൾഡ് ഏജ്ഡ് ആയിട്ടുള്ള ഈ പറയുന്ന ആളുകളുടെ അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഭാഗമാണ് ജെറിയാട്രിക്സ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഡിസീസുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ വരുന്നത് ജനറൽ മെഡിസിൻ ആണ്. നമുക്ക് ജനറൽ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റൂട്ടീൻ ആയിട്ടുള്ള പ്രിവെൻഷൻ ഡയഗ്നോസിസ് ഒക്കെ നടത്തുന്നതാണ്. അവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരാളാണ് GP അല്ലെ. എന്താണ് GP? ആരാണ്? ജനറൽ പ്രാക്ടീഷണർ എന്നാണ് കേട്ടോ. അദ്ദേഹത്തിനെ ഫിസിഷ്യൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഒരു ഫിസിഷ്യൻ എന്നാണ് പറഞ്ഞത് അല്ലെ. ഓക്കെ. അപ്പൊ ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹിസ് എ ഡോക്ടർ ഹു ഈസ് നോട്ട് സ്പെഷ്യലൈസ്ഡ് ഇൻ വൺ പെർട്ടിക്കുലർ ഏരിയ ഓഫ് മെഡിസിൻ കേട്ടോ. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ജനറൽ പ്രാക്ടീഷണർ അഥവാ ഫിസിഷ്യൻ എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ഗാസ്ട്രോ എൻട്രോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ അബ്ഡോമിനൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ബ്രാഞ്ച് ആണ് ഗാസ്ട്രോ എൻട്രോളജി. അവിടെ നമ്മൾ വരുന്ന കുറച്ച് ഓർഗൻസുകളൊക്കെ പരിചയപ്പെട്ടിരുന്നു അല്ലെ. സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ലാർജ് ഇൻറ്റെസ്റ്റൈൻ, ലിവർ, പാൻക്രിയാസ്, ഗോൾ ബ്ലാഡർ, കോളൻ, റെക്ടം, ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. എൻഡോസ്കോപ്പി ഒക്കെ സാധാരണയായിട്ട് ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്? ഗാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിലാണ്. ഹെപ്പറ്റോളജി ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ലിവറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഗൈനക്കോളജി പ്രത്യേകം ഓർക്കാം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസുകൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഗൈനക്കോളജി. അതിന്റെ 3 വിഭാഗങ്ങളാണ് ഗൈനക്കോളജി: ഒബ്സ്ട്രക്റ്റിസും ഇൻഫെർട്ടിലിറ്റി. ഒബ്സ്ട്രക്റ്റിസ് എന്താണ്? അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ പരിചരണം കൊടുക്കുന്ന പോസ്റ്റ് പാർട്ടം പീരീഡ്, അതുപോലെ പ്രഗ്നൻസി, ഇതിനൊക്കെ പരിചരണം കൊടുക്കുന്ന വിഭാഗമാണ് ഒബ്സ്ട്രക്റ്റിസ്. ഇൻഫെർട്ടിലിറ്റി എന്താണ്? വന്ധ്യതാ ചികിത്സ അല്ലെ. എന്താണ് ഹരിത പറയുന്നത്? ജനറൽ മെഡിസിൻ, ഇന്റേണൽ മെഡിസിൻ എന്ന് പറയും. വെരി ഗുഡ്, അത് നല്ല പോയിന്റ് ആയിട്ട് പറഞ്ഞു. അതെ, അതൊരു പോയിന്റ് ആണ്. ജനറൽ മെഡിസിനെ പറയുന്ന മറ്റൊരു പേരാണ് ഇന്റേണൽ മെഡിസിൻ കേട്ടോ. ഓക്കെ, എന്തെല്ലാം ഓർമ്മിപ്പിച്ചത് നന്നായി വന്നിരിക്കാനുണ്ടോ? ഓക്കെ. പിന്നെന്താണ്? ART അല്ലെ, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി അല്ലെ. എന്താണ്? എന്റെ ഇൻഫെർട്ടിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസുകൾ ഹാൻഡിൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. ന്യൂറോളജി. ന്യൂറോളജി ഞാൻ അന്നേ പറഞ്ഞിരുന്നു. നെർവസ് സിസ്റ്റം എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ആൻസർ കിട്ടും. പക്ഷെ നിങ്ങളോട് ചോദിക്കുകയാണ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയണം ബ്രെയിനും ഈ പറയുന്ന സ്പൈനൽ കോഡും ഒക്കെ ഇറ്റ് ഇസ് ദ പാർട്ട് ഓഫ് അവർ നെർവസ് സിസ്റ്റം. സോ ഇറ്റ് ഈസ് ഡീലിംഗ് ബൈ ദി ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് എന്നത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം കേട്ടോ. നെഫ്രോളജി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ പഠിച്ചത് ന്യൂക്ലിയർ മെഡിസിൻ ആണ്. ന്യൂക്ലിയർ മെഡിസിന്റെ സ്പെക്ടർ, അതുപോലെ തന്നെ പെറ്റ് സ്കാൻ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സ്പെക്ടിന്റെ ഫുൾ ഫോം, പെറ്റിന്റെ ഫുൾ ഫോം, ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നു കേട്ടോ. പിന്നെ ഓങ്കോളജി, ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗം. അതിൽ തന്നെ 3 ബ്രാഞ്ചസ്, 3 ഏരിയകൾ നമ്മൾ കണ്ടു. ഒന്ന് മെഡിക്കൽ ഓങ്കോളജി, 2 സർജിക്കൽ ഓങ്കോളജി, 3-മത്തത്
റേഡിയേഷൻ ഓങ്കോളജി. ഓക്കെ, മെഡിക്കൽ ഓങ്കോളജി എന്ന് പറയുമ്പോൾ എന്താണ്? കീമോതെറാപ്പി ഉൾപ്പെടെ മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റിനെയാണ് മെഡിക്കൽ ഓങ്കോളജി എന്ന് പറയുന്നത്. സർജിക്കൽ ഓങ്കോളജി എന്ന് പറഞ്ഞാൽ സർജിക്കൽ ആസ്പെക്ട് ഓഫ് ക്യാൻസർ ഇൻക്ലൂഡിംഗ് ബയോപ്സിയും സർജിക്കൽ റിസെക്ഷൻ ഓഫ് ട്യൂമേഴ്സ് ഒക്കെ ഉൾപ്പെടുന്നതാണ് സർജിക്കൽ ഓങ്കോളജി. റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറയുന്നത് ഹൈ എനർജി റേഡിയേഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഒരു എന്താ പറയാ ബ്രാഞ്ചാണ് റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ഒഫ്താൽമോസ്കോപ്പി, കണ്ണുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ അതിനകത്ത് ഒപ്റ്റോമെട്രി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ആരാണ് ഓപ്റ്റോപ്റ്റിസ്റ്റ്? എപ്പോഴും തെറ്റിപ്പോവരുത് കേട്ടോ. ഓപ്റ്റോ എന്നൊക്കെ കേൾക്കുമ്പോൾ ഓടിപ്പോയെന്ന കോൺ റിലേറ്റഡ് ആയിരിക്കും, അങ്ങനെ ചിന്തിക്കരുത്. ഓപ്റ്റോപ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞാല് നേത്ര ചലന വൈകല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഭാഗമാണ് ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഒഫ്താൽമിക് ഇമേജിംഗ് എന്താണ്? പിന്നെ ഓർത്തോപീഡിക്സ് എന്താണ്? നമ്മുടെ മസ്കുലോ സ്കെലറ്റൽ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ടെൻഡൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിഗമെന്റ് എന്താണ്? ഓക്കെ, ഇതൊക്കെ നോട്ട് ചെയ്ത് വന്ന ക്ലാസ്സിൽ പറഞ്ഞതാണ്. പിന്നെ പീഡിയാട്രിക്സ് ആൻഡ് നിയോനാട്രോളജി. പീഡിയാട്രിക്സ് കുട്ടികളെ സംബന്ധമായിട്ടുള്ളത് അല്ലെ. ഓക്കെ, നിയോനാട്രോളജി അതിന്റെ ഒരു സബ് സ്പെഷ്യാലിറ്റി ആണ്, അതിന്റെ ഒരു ഉപവിഭാഗമാണ് എന്ത്? നിയോനാട്രോളജി എന്ന് പറയുന്നത്. അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം കേട്ടോ. നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ദെൻ സൈക്യാട്രി. സൈക്യാട്രിയിൽ കൊടുക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. 4 കാര്യങ്ങളൊക്കെ മൈൻഡ്, അതുപോലെ തന്നെ 4 കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്, അത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ പൾമണോളജി, നമ്മുടെ ലങ്സുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ്. അതിന് പറയുന്ന മറ്റു പേരുകൾ അതിന് ബോൾഡായിട്ട് കൊടുത്തിട്ടുണ്ട്. റെസ്പിറോളജി, റെസ്പിറേറ്ററി മെഡിസിൻ, ചെസ്റ്റ് മെഡിസിൻ എന്നൊക്കെയാണ് അത് അറിയപ്പെടുന്നത്. പ്ലാസ്റ്റിക് സർജറി, 2 ടൈപ്പ് പ്ലാസ്റ്റിക് സർജറി ഉണ്ട്. ഒന്ന് റീകൺസ്ട്രക്റ്റീവ് ഉണ്ട്, കോസ്മെറ്റിക് സർജറി ഉണ്ട്. റീകൺസ്ട്രക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ഡിഫക്റ്റ് ആണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. കോസ്മെറ്റിക് സർജറി എന്ന് പറയുമ്പോൾ എന്താണ്? എൻഹാൻസസ് ദ അപ്പിയറൻസ് ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡിയുടെ ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കോസ്മെറ്റിക് സർജറി. പിന്നെ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ യൂറോളജി ആൻഡ് ആൻഡ്രോളജി. യൂറോളജി യൂറിനറി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആൻഡ്രോളജി മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അത് ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഗൈനക്കോളജി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് പറയുന്നത് ആൻഡ്രോളജി ആണ് അല്ലെ. ആൻഡ്രോളജി എന്നാണ് പറയുന്നത്. ഇത്രയാണ് 24 മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് പഠിച്ചത്. പിന്നെ നമ്മൾ പറഞ്ഞത് 12 സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളാണ് കേട്ടോ. ക്ലിനിക്കൽ ലാബ് എന്താണ്? അതുപോലെ റേഡിയോളജി, CSSD, ഹോസ്പിറ്റൽ ഫാർമസി, മെഡിക്കൽ റെക്കോർഡ്. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഹൗസ് കീപ്പിംഗ്, അതുപോലെ ഡയറ്ററി സർവീസ് എന്താണ്? IT, മെഡിക്കൽ സോഷ്യൽ സർവീസ്, ഫിസിയോതെറാപ്പി, മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്നിവ മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് 3 അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റുകളാണ്. അതിൽ 3 ഉപവിഭാഗങ്ങളാണ് വരുന്നത്. ഒന്ന് ഹ്യൂമൻ റിസോഴ്സസ്, അവരുടെ ഫംഗ്ഷൻ എന്താണ്? ഫംഗ്ഷൻ? ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകളെ തെരഞ്ഞെടുക്കുക, അവർക്ക് വേണ്ട പോളിസികളും പ്രൊസീജിയറുകളും ഒക്കെ ഡെവലപ്പ് ചെയ്യുക, അവരുടെ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പാക്കുക. ഇങ്ങനെ അവരുടെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഉറപ്പാക്കാൻ പറ്റുക, അവർക്ക് നല്ല റിക്രൂട്ട് സ്റ്റാഫ് ആണ്. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? അവരുടെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല വർക്കിംഗ് കണ്ടീഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം അല്ലെ. അതുപോലെ നല്ല മോണിറ്ററി, നോൺ മോണിറ്ററി ബെനിഫിറ്റ്സുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അവർക്ക് വേണ്ട കോമ്പൻസേഷൻ അല്ലെ. കോമ്പൻസേഷൻ മീൻസ് ഇവിടെ അർത്ഥം നഷ്ടപരിഹാരം എന്നുള്ള അർത്ഥമല്ല കേട്ടോ. ഇവിടുത്തെ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് വേണ്ട സാലറി, വേജസ്, ഇതൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്ന കോമ്പൻസേഷൻ കേട്ടോ. പിന്നെ ഫിനാൻസ് അറിയാലോ. അതായത് ഹോസ്പിറ്റലിന്റെ ഫിനാൻസ് സംബന്ധമായിട്ട് ഫിനാൻഷ്യൽ ആസ്പെക്ടുകളൊക്കെ കൈകാര്യം ചെയ്യുന്നതും ബഡ്ജറ്റ് ഹാൻഡിൽ ചെയ്യുന്നതും അല്ലെ എല്ലാം. അതുപോലെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങുകളൊക്കെ തയ്യാറാക്കുന്നതും ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിന്റെ ഓവറോൾ ഡേ ടു ഡേ ഓപ്പറേഷൻസ്, എല്ലാ ഓപ്പറേഷൻസുകളൊക്കെ മാനേജ് ചെയ്തു പോകുന്നത് അഡ്മിനിസ്ട്രേഷൻ വിഭാഗം. ഇത്രയുള്ള ആ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിച്ചതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞതാണ് എങ്ങനെയാണ് ആ ഒരു ചാപ്റ്റർ കിടക്കുന്നത്. കാര്യം നമ്മൾ ചാപ്റ്റർ വലുതാണ്, പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. കറക്റ്റ് ആണ് ഡേ ടു ഡേ ഓപ്പറേഷൻ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടാം കേട്ടോ. എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കുക കേട്ടോ. നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാം. സമയമുണ്ട് പഠിക്കാനായിട്ട്. ഇപ്പോഴും പഠിച്ചു തുടങ്ങാത്ത ആൾക്കാര് സമയം കിട്ടുന്നതിനനുസരിച്ച് പഠിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം.
The medical department is divided into which two main sections? ചോദ്യം കൂടെ വായിക്കാം. The medical department is divided into which two main sections? Okay, option okay. Answer വന്നപ്പോഴേക്കും okay, correct ആണ് ട്ടോ. OPD and IPD ആണ്. Okay, correct ആണ്. Options ഇതൊക്കെയായിരുന്നു. General and specialized, therapeutic and diagnostics. പിന്നെ സി നിങ്ങളുടെ ആൻസർ OPD and IPD, ഡി കാർഡിയോളജി ആൻഡ് അനസ്തീഷ്യ. ഏതാണ് നിങ്ങൾ പറഞ്ഞ ഉത്തരം? OPD and IPD. ഓക്കെ, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഡിപ്പാർട്ട്മെന്റ് ഡു ദ പീപ്പിൾ കം ഫോർ എ കൺസൾട്ടേഷൻ ബട്ട് നോട്ട് ഫോർ ദ അഡ്മിഷൻ? ഓപ്ഷൻ പറയണോ ഞാൻ? എന്താണ് OPD അല്ലെ? ഇതാണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇതാണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഓക്കെ ഹരിത, അതെ നമുക്ക് കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകണം കേട്ടോ. അതുകൊണ്ട് ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോ ക്വസ്റ്റ്യൻ മനസ്സിലാണെങ്കിൽ റെക്കോർഡ് ക്ലാസ് ഒന്ന് കേൾക്കുക കേട്ടോ. നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് കുറച്ച് സമയത്തിൽ മാക്സിമം നമുക്ക് ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് പോകാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഹെൽപ്ഫുൾ ആയിരിക്കും. അതാണ് ഞാൻ നോക്കുന്നത്. അതുകൊണ്ട് കുറച്ച് സ്പീഡിലാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. അടുത്ത ചോദ്യം ശ്രദ്ധിച്ച് കേട്ടാൽ മതി. നോക്കാം. What is another name for casualty or emergency department? What is the other name for the casualty or emergency department? And options വേണമെങ്കിൽ തരാം. ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നാണോ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്? എന്താണ്? കറക്റ്റ് ആണ്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. What is the name of the surgical specialty that deals with the surgical treatment of the heart and blood vessels? ചോദ്യം ശ്രദ്ധിക്കാം. What is the name of surgical specialty that deals with the surgical treatment of the heart and blood vessels? ഓക്കെ, എല്ലാവരും ഉത്തരം പറയുന്നത് കാർഡിയോളജി എന്നാണ്. ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ചോദ്യം എന്തായിരുന്നു? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സർജിക്കൽ സ്പെഷ്യാലിറ്റി ദാറ്റ് ഡീൽസ് വിത്ത് സർജിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ദ ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽ അല്ലെ? ഓക്കെ ഓക്കെ, അനില പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. കാർഡിയോ വാസ്കുലർ സർജറി എന്നാണ്. സർജറി ഏതാണെന്ന് ചോദിച്ചത് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു: ന്യൂറോളജി, കാർഡിയോ വാസ്കുലർ സർജറി, ഓങ്കോളജി ആൻഡ് ഓർത്തോപീഡിക്സ്. ഇതിലേതാ? കാർഡിയോ വാസ്കുലർ സർജറി ആണ് കേട്ടോ. ഓക്കെ, അടുത്തത്, what does a patient become when general anesthesia is working? ഒരു ജനറൽ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ എന്താണ് പേഷ്യന്റിന് സംഭവിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഓപ്ഷൻ എ അൺകോൺഷ്യസ്, ബി പാർഷ്യലി numbed, സി awake but unable to feel the pain, ആൻഡ് ഡി alert. ഇതാണ് വരിക? എ ആണ് അല്ലെ. അൺകോൺഷ്യസ് ആവും അല്ലെ, പൂർണ്ണമായിട്ട് അവർ എന്തിലേക്ക് പോകും? അബോധാവസ്ഥയിലോട്ട് പോകും അല്ലെ. പിന്നെ which type of anesthesia is used for the cesarean sections? ഇതാണ് ഉപയോഗിക്കുന്നത് സിസേറിയൻ സെക്ഷൻ ഉപയോഗിക്കുന്ന അനസ്തേഷ്യ ഏതാണ്? ഇതാണ് റീജിയണൽ അനസ്തേഷ്യ അല്ലെ. കുറച്ചു പേര് തെറ്റി ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കുറച്ചു പേര് തെറ്റിയാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, റീജിയണൽ ആണ് കേട്ടോ. ഓക്കെ, അല്ല ജനറൽ പറഞ്ഞത് ജനറൽ ആണ് പറഞ്ഞത്. ഓക്കെ, കൂടുതൽ പേര് റീജിയണൽ ആണ്. ഇവിടെ തെറ്റിപ്പോയിട്ടുണ്ട്. നന്ദിനി പറഞ്ഞത് ലോക്കൽ ആണ് കേട്ടോ, ലോക്കൽ അനസ്തേഷ്യ. അപ്പൊ അവിടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഏത് അനസ്തേഷ്യ നമ്മൾ കൊടുക്കുന്നത്? റീജിയണൽ അനസ്തേഷ്യ ആണ് കേട്ടോ. ലോക്കൽ അനസ്തേഷ്യ ആരാ കൊടുക്കുക? ഡെന്റിസ്റ്റുകൾ കൊടുക്കുന്നതാണ് ലോക്കൽ അനസ്തേഷ്യ കേട്ടോ. ജനറൽ അനസ്തേഷ്യ അല്ല നമ്മൾ കൊടുക്കുന്നത്. റീജിയണൽ അനസ്തേഷ്യ ആണ് സിസേറിയന് കൊടുക്കുന്നത് കേട്ടോ. സിസേറിയന് റീജിയണൽ അനസ്തേഷ്യ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡിപ്പെൻഡ്സ് ഓൺ പേഷ്യന്റ് അല്ലെ. പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് ചില കേസുകളിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെയൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ റീജിയണലിൽ മാറ്റി ചിലപ്പോൾ ജനറലൊക്കെ കൊടുക്കാറുണ്ട് അല്ലെ. അതും ഈ പറയുന്ന പോലെ ഒരു ഡോക്ടറുടെ അല്ല ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് വ്യത്യാസം. പക്ഷെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങളുടെ ആൻസർ എന്താണ്?
എന്താണ്? റീജിയണൽ അനസ്തേഷ്യ ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്? വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് എ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്? ഓപ്ഷൻ എ, ടു ഹാൻഡിൽ സിമ്പിൾ ഇൽനെസ്. ബി, to care for patients with the acute life-threatening illnesses. C, to provide consultation services for outpatients. And D, to deal with the psychological issues. ഇതാണ് ആൻസർ. ശരിയാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എന്താണ്? ടു കെയർ ഫോർ പേഷ്യൻസ് വിത്ത് acute life-threatening illness. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നോക്കുക. The dermatology department deals with the diagnosis and treatment of diseases of what? Option A, the heart. B, the brain and spinal cord. C, the lungs. D, the skin, hair and nail. എന്താണ് ആൻസർ? സ്കിൻ, ഹെയർ ആൻഡ് നെയിൽ ആണ് ആൻസർ. ഓക്കെ, വെരി കറക്റ്റ് ആണ്. What is the another name for an ENT surgeon or specialist? What is the another name? Option A, oncologist. B, neurologist. C, otolaryngologist. D, endocrinologist. Answer C ആണ് അല്ലെ. എന്താണ്? otolaryngologist. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. അടുത്ത നോക്കിയേ. What is the main focus of the general medicine department? What is the main focus of the general medicine department? Option A, diagnosis and treatment of adult diseases. B, surgical treatment of the heart. C, investigation of eye problems. D, care of premature newborn infants. ഇതാണ് ആൻസർ പറഞ്ഞേ. ഇതാണ് എ ആണ്. ഓക്കെ, കറക്റ്റ്. കറക്റ്റ് ആണ്. ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് അഡൽട്ട് ഡിസീസസ് അല്ലെ. അഡൽട്ട് എന്നാണ് കേട്ടോ, ഓൾഡ് അഡൽട്ട് എന്നല്ല നമ്മൾ പറഞ്ഞത്. ഓൾഡ് അഡൽട്ട് എന്ന് പറഞ്ഞ ആൻസർ ചെറിയ ആയിട്ട് മാറും. അഡൽട്ട് ഡിസീസസ് എന്ന് പറയുമ്പോൾ അതെന്താണ്? ഈ പറയുന്ന ജനറൽ മെഡിസിൻ. ഓക്കെ, അടുത്തത്. വാട്ട് ഈസ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് ദ gastroenterology department? What is the main function of the gastroenterology department? Option A, to deal with the heart problems. B, to treat brain and spinal cord issues. C, to diagnose and treat the conditions that affect the abdominal organs. D, to provide the physical rehabilitation. That answer C. Okay, very good. Correct ആണ്. C ആണ് ആൻസർ അല്ലേ. To diagnose and treat the conditions that affect the abdominal organs. Okay. അടുത്തത് എന്താണ്? Which department deals with the investigation and treatment of problems of the female reproductive system? Female reproductive systemവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. ഇതാണ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, വെരി ഗുഡ്. കറക്റ്റ് ആണ് കേട്ടോ. ഡയറക്റ്റ് അല്ലേ ചോദിക്കുന്നത്. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ന്യൂറോളജിസ്റ്റ് ആൻഡ് എ ന്യൂറോസർജൻ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ന്യൂറോളജിസ്റ്റ് ആൻഡ് എ ന്യൂറോസർജൻ? ഓപ്ഷൻസ് കാണിക്കാം. ഓപ്ഷൻ എ, ന്യൂറോളജിസ്റ്റ് പെർഫോം സർജറി ആൻഡ് എ ന്യൂറോസർജൻ ഡു നോട്ട്. ബി പറയുന്നത് neurologist treat the diseases of the brain and spinal cord but do not perform surgery. Neurosurgeons perform surgery. C പറയുന്നത് neurologist treat outpatient and neurosurgeons treat the inpatient. Option D, there is no difference. Then answer. Okay. Majority ആൾക്കാരും B ആണ് ആൻസർ പറഞ്ഞത് അല്ലെ. B ആണ് ആൻസർ കേട്ടോ. കറക്റ്റ് ആൻസർ എന്താണ്? D ആണ്. ഓക്കെ, എ പറഞ്ഞത് ആരാണ്? പ്രിയാണ് പറഞ്ഞത് അല്ലെ. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എന്താണ് എ ഓപ്ഷൻ? തെറ്റായിരുന്നു. ന്യൂറോളജിസ്റ്റ് പെർഫോം സർജറി. ന്യൂറോളജിസ്റ്റുകൾ ഒരിക്കലും സർജറി ചെയ്യുന്നില്ല കേട്ടോ. ന്യൂറോളജിസ്റ്റ് ജസ്റ്റ് ട്രീറ്റ്മെന്റ് മാത്രമേ കൊടുക്കുള്ളൂ. സർജറി ചെയ്യുന്നത് ആര് മാത്രമാണ്? ന്യൂറോ സർജൻസ് ആണ്. പ്രത്യേകം നിങ്ങളുടെ ടെക്സ്റ്റിന്റെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ ഇതിനൊരു കാര്യം മനസ്സിലായില്ലേ, ടെക്സ്റ്റ് വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കണം കേട്ടാ. നമ്മൾ ഓരോ സെന്റൻസുകളും നിങ്ങൾ നോട്ട് ചെയ്ത് പോകണം. ചിലപ്പോൾ അതിലൊക്കെ ആവും ചോദിക്കുന്നത് കേട്ടാ. ഓക്കെ, അപ്പൊ ബി ആണ് ആൻസർ കേട്ടോ. അപ്പൊ ആ ചോദ്യം ഇനി തെറ്റരുത്. അടുത്തത് ഇതാണ്, which medical imaging branch uses small amounts of radioactive material for the diagnosis and treatment? Which medical imaging branch uses the small amounts of radioactive material for the diagnosis and treatment? Option A, radiology. B, nuclear medicine. C, ophthalmic imaging. D, ultrasonography. ഏതാണ് ആൻസർ? ന്യൂക്ലിയർ മെഡിസിൻ അല്ലെ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ന്യൂക്ലിയർ മെഡിസിൻ കേട്ടോ. ഓക്കെ, അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കാം കേട്ടോ. The orthopedics department handles the problems that affect which system? Orthopedics department handles the problems that affect which system? Option A, nervous system. B, musculoskeletal system. C, endocrine system. D, the female reproductive system. That answer. Option D ആണ് അല്ലെ, musculoskeletal system ആണ്. Okay, then അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. What is a subspecialty of pediatrics that provides medical care to ill or premature newborn infants? What is a subspecialty of pediatrics എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലോട്ട് ഉത്തരം വരണം. What is the subspecialty of pediatrics? Neonatal അല്ലെ? എന്താണ് ആൻസർ അപ്പൊ വരിക? നിയോനാറ്റോളജി. ഇതാണ് നിയോനാറ്റോളജി. ഓക്കെ, അടുത്ത ചോദ്യം കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. The plastic surgery department focuses on the surgical repair of what? The plastic surgery department focuses on the surgical repair of what? Option A, emotional and cognitive disturbances. B, defects of form or function of the human body. C, heart and blood vessels. D, tumors and blood disorders. ഇതാണ് ആൻസർ വരിക. B ആണ് അല്ലെ, ഡിഫക്ട്സ് ഓഫ് ഫോം ഓർ ഫംഗ്ഷൻ. ഫോം മീൻസ് അതിന്റെ ഷേപ്പ് ആണ് കേട്ടോ. ഡിഫക്ട്സ് ഓഫ് ഫോം ഓർ ഫംഗ്ഷൻ ഓഫ് ദ ഹ്യൂമൻ ബോഡി. ഓക്കെ, അടുത്തത് കേട്ടോ. നെക്സ്റ്റ് ചോദ്യം ശ്രദ്ധിക്കാം. What is the primary function of a clinical laboratory? What is the primary function of a clinical laboratory? Option A, to perform surgeries. B, to administer anesthesia. C, to perform lab tests to assist the medical staff in making diagnosis. D, to maintain patient records. That answer വരിക. C ആണ് ആൻസർ അല്ലെ. To perform lab test to assist medical staff in making diagnosis. Okay, next, what is the role of housekeeping department? Supportive department il varunnathana alle. What is the role of a housekeeping department? Option A, to provide food services. B, to keep the hospital clean and neat. C, to purchase supplies and equipment. D, to provide technical support. Idana answer variya. Option B ആണ് അല്ലെ. To keep the hospital clean and neat അല്ലെ. Clean and neat ആണ്. ഇത് സൂക്ഷിക്കുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഹൗസ്കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ്, അടുത്തത് കേട്ടോ. Which department handles the recording and maintaining all patient records? ഇതാണ്. ഞാൻ ഓപ്ഷൻ തരണോ? നിങ്ങൾക്ക് തന്നെ പറയാലോ. എല്ലാ പേഷ്യന്റിന്റെ റെക്കോർഡുകളൊക്കെ MRD അല്ലെ? കറക്റ്റ് ആണ്. MRD അല്ലെ, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് അത് ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ. അടുത്തത്, വിച്ച് ഡിപ്പാർട്ട്മെന്റ് ഈസ് മോസ്റ്റ്ലി ലിങ്ക്ഡ് ടു ദ ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റ്? ചോദ്യം മനസ്സിലായോ? വിച്ച് ഡിപ്പാർട്ട്മെന്റ്, ദാറ്റ് മീൻസ് വിച്ച് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഈസ് മോസ്റ്റ്ലി ലിങ്ക്ഡ് ടു ദ ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റ്. ഓർത്തോപീഡിക്സ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഏതാണ് ആക്കിയ പാകിസ്ഥാൻ വരികൾ? ഷമീർ രാമസ്വി. ഓക്കെ, കറക്റ്റ് ആണ്. പ്രിയ, ഷമീർ. ഓക്കെ ഓക്കെ. ഇല്ല, ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഏതാണ് ഉത്തരം? ഫിസിയോതെറാപ്പി പറയുന്നുണ്ട് അല്ലെ. ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് ഇസ് മോർ കണക്റ്റഡ് ടു ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റ് മാത്രമാണോ കണക്ഷൻ? അത് മാത്രമായിട്ടല്ല, ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കണക്ഷൻ ഉണ്ട്. പക്ഷെ കൂടുതലും ഏതാണ്? കൂടുതലും ഏതുമായിട്ടാണ്? ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റ്. കാരണം ഈ എന്താ പറയുക, ഫ്രാക്ചറും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അങ്ങനെ വരുമ്പോൾ അങ്ങനെയൊക്കെ വരുന്ന കേസുകളിലാണ് നമുക്ക് കൂടുതൽ ഫിസിയോതെറാപ്പി ഒക്കെ ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, ഇങ്ങനത്തെ കേട്ടോ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ്. അടുത്തത് the medical maintenance and the engineering department is responsible for what? ചോദ്യം, the medical maintenance and the engineering department is responsible for what? Option A, keeping the hospital in operable condition and performing repair work. Option B, recruiting human resources. C, handling patient records. D, purchasing all supplies. ഇതാണ് ആൻസർ. ഓപ്ഷൻ എ അല്ലെ, കീപ്പിംഗ് ദ ഹോസ്പിറ്റൽ ഇൻ ഓപ്പറബിൾ കണ്ടീഷൻ ആൻഡ് പെർഫോമിംഗ് റിപ്പയർ വർക്ക് അല്ലെ, അതാണ് ചെയ്യുന്നത് അല്ലെ. ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാവിധ ഫിസിക്കൽ ഫെസിലിറ്റികളും ഓക്കെ ആക്കി വെക്കുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. പിന്നെ അടുത്ത നോക്കിയേ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്? ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കട്ടെ. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? ഓർമ്മയുണ്ടോ? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. എന്താണ് പറയുന്നത്? മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിന് പറയുന്ന മറ്റൊരു പേരാണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. മറക്കരുത് കേട്ടോ. ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്? ഓക്കെ, ഓപ്ഷൻ എ വായിക്കാം. ടു കീപ് ദ ട്രാക്ക് ഓഫ് പേഷ്യന്റ് റെക്കോർഡ്സ്. അതല്ല, റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ടത് MRD ആണ്, നമുക്കറിയാം. ടു പ്രൊവൈഡ് ഫുഡ് സർവീസസ് ആണോ? ഫുഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏത് ഡിപ്പാർട്ട്മെന്റാ? ഡയറക്ടറി ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. അപ്പൊ അതുമല്ല. പിന്നെന്താണ് അടുത്ത നോക്കിയേ, ടു മെയിൻറ്റെയിൻ ദ ഹോസ്പിറ്റൽ ബിൽഡിംഗ്. ഹോസ്പിറ്റലിന്റെ ബിൽഡിംഗ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണോ? അല്ല. അതാര് ചെയ്യും? അതാരാ ചെയ്യുന്നത്? മെയിന്റനൻസ് എഞ്ചിനീയർ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അടുത്ത ഓപ്ഷൻ നോക്കിയേ, ടു പർച്ചേസ് ഓൾ സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് ഫോർ ദ ഹോസ്പിറ്റൽ. അതിന്റെ ആൻസർ വരിക സി ആണ് ആൻസർ അല്ലെ. ടു പർച്ചേസ് ഓൾ സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് ഫോർ ദ ഹോസ്പിറ്റൽ അല്ലെ. ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള സപ്ലൈസുകളും എക്യുപ്മെന്റുകളും വാങ്ങുന്നത് ആരാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ക്ലിയർ? ഇനി നെക്സ്റ്റ് കേട്ടോ, അടുത്ത നോക്കാം. വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്? ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ റോള് എന്താണ്? ഓപ്ഷൻ എ, ടു ഹാൻഡിൽ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ആണോ? ഫിനാൻഷ്യൽ ആസ്പെക്ട് കൈകാര്യം ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റാ? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ. ടു ലുക്ക് ആഫ്റ്റർ ദ ഡേ ടു ഡേ ഓപ്പറേഷൻ ആണോ? ഡേ ടു ഡേ ഓപ്പറേഷൻസ് കൈകാര്യം ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റാ? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. നിങ്ങൾക്ക് ആൻസർ ഓൾറെഡി വന്ന റിക്രൂട്ട്മെന്റ് ആണ് അല്ലെ. ടു റിക്രൂട്ട് ദ എഫിഷ്യന്റ് ഹ്യൂമൻ റിസോഴ്സസ് ഫോർ ദ ഹോസ്പിറ്റൽ അല്ലെ, അതാണ് ആൻസർ. ഒരു ഓപ്ഷനും കൂടി ഇല്ലായിരുന്നു, ടു ഹാൻഡിൽ ഓൾ പേപ്പർ വർക്ക്. പേപ്പർ വർക്ക് ഹാൻഡിൽ ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റാ? എല്ലാ പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റാ? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് പേപ്പർ വർക്കുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്? റെക്കോർഡാണോ? അല്ല. പിന്നെ ഏത് ഡിപ്പാർട്ട്മെന്റാ? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, വെരി ഗുഡ്. കറക്റ്റ് ആണ് കേട്ടോ. ഹരിത കറക്റ്റ് ആണ്, നന്ദിനി കറക്റ്റ് ആണ് കേട്ടോ. ഏതാണ് പേപ്പർ വർക്ക് കാര്യങ്ങളും ചെയ്യുന്നതും ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഒക്കെ നോക്കുന്നതും ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാത്തിലും ഡിപ്പാർട്ട്മെന്റ് പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇന്ന ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ 3 ഡിപ്പാർട്ട്മെന്റുകളായിട്ടാണ് പഠിച്ചത്. അതിന് ഓരോന്നിനും ഓരോ സബ് ഡിവിഷൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ചിന്തിക്കണം കേട്ടോ. ഓക്കെ, പിന്നെന്താണ്? Which department is responsible for providing compensation to employees? Compensation to employees. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? Which department is responsible for providing compensation to employees? ഏതാണ്? HR ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ഏതാണ്? ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്ത് കോമ്പൻസേഷൻ കൊടുക്കുന്നത്
അല്ലെ? കോമ്പൻസേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നഷ്ടപരിഹാരം എന്നുള്ള അർത്ഥമല്ല കേട്ടോ. പലപ്പോഴും നമ്മൾ കോമ്പൻസേഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നഷ്ടപരിഹാരം എന്നാണ് പറയുന്നത്. അർത്ഥം അതല്ല. സാലറി വേജസ് കൊടുക്കുക, അവർക്ക് കൊടുക്കുന്ന ഓഫർ ആണ് കേട്ടോ. ഇതിനെല്ലാത്തിനെയും നമുക്ക് കോമൺ ആയിട്ട് എന്ത് പറയാം? കോമ്പൻസേഷൻ എന്ന് പറയാം. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? HR ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഇതാണ് HR ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ. Which department handles problems related to pancreas, thyroid, adrenal and pituitary gland? ഞാൻ ഓപ്ഷൻ തരുന്നില്ല, നിങ്ങളൊന്ന് പറഞ്ഞേ. പാൻക്രിയാസ്, തൈറോയിഡ്, അതുപോലെ അഡ്രീനൽ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ഇങ്ങനെയുള്ള ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യുന്ന ഏത് ഡിപ്പാർട്ട്മെന്റ്? എൻഡോക്രൈൻ. വെരി ഗുഡ്, കറക്റ്റ് ആണ്. എൻഡോക്രൈൻ അല്ലെ? എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ. അടുത്തത് മെഡിക്കൽ റെക്കോർഡ്. മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റ് ഹെൽപ്സ് ഇൻ ഫോർമുലേറ്റിംഗ് വാട്ട്? The medical record department helps in formulating what? Option A, financial plans. ആലോചിക്കാട്ടോ, ഫിനാൻഷ്യൽ പ്ലാൻസ് ആണോ? B, budget. C, medical statistics. D, dietary menus. ഏതാണ്? ഇതാ സി ആണ് അല്ലെ? മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെ? നമ്മുടെ മെഡിക്കൽ സ്ഥിതി വിവര കണക്കുകൾ അല്ലെ? ഈ സ്ഥിതി വിവര കണക്കുകളെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഈ മെഡിക്കൽ റെക്കോർഡുകൾ നോക്കുമ്പോഴാണ് നമുക്ക് ഓരോ പേഷ്യൻസിന്റെയും മെഡിക്കൽ കണ്ടീഷൻസ് മനസ്സിലാവും. എന്തൊക്കെ രോഗങ്ങൾക്ക് ആൾക്കാർ വരുന്നുണ്ട്, എന്തൊക്കെ ചികിത്സകൾ കൊടുക്കുന്നുണ്ട്, കംപ്ലീറ്റ് ഹിസ്റ്ററി നമുക്ക് മെഡിക്കൽ റെക്കോർഡിൽ കിട്ടും. ആ ഒരു മെഡിക്കൽ റെക്കോർഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ മെഡിക്കൽ സ്ഥിതി വിവര കണക്കുകളൊക്കെ രേഖപ്പെടുത്തുന്നത്. ഓക്കെ. Which department is responsible for ensuring that all electrical facilities are in a perfect condition? Which department is responsible for ensuring that all electrical facilities are in perfect condition? Option A. ഉത്തരം ഉത്തരം പറഞ്ഞു. മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എന്താണ്? എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. കറക്റ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ ഒന്നും തരാതെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നല്ല കാര്യം. Which department ensures employee satisfaction and good working conditions? That is, which department ensures employee satisfaction and good working conditions? ഉത്തരം എന്താണ്? HR ആണ് അല്ലെ? ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ക്ലിയർ ആണ്. What does the term orthos mean in the Greek word orthotics? What does the term orthos mean in the Greek word orthotics? അപ്പൊ orthotics എന്ന് പറയുമ്പോൾ എവിടെ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിച്ചതിനുള്ളത് നിങ്ങളുടെ മനസ്സിൽ വരണം കേട്ടോ. ഓപ്ഷൻ വായിക്കാം. സ്ട്രെയിറ്റ്, ഓപ്ഷൻ ബി സൈറ്റ്, സി മൂവ്മെന്റ്, ഡി ഐ. ഏതുമായിട്ട് എന്താണ് എന്റെ അർത്ഥം? വാട്ട് ഡസ് ഓർത്തോസ് മീൻ? സ്ട്രെയിറ്റ് അല്ലെ? ഓക്കെ, കറക്റ്റ് ആണ്. സ്ട്രെയിറ്റ് ആണ് അല്ലെ? അങ്ങനെ നമ്മൾ പഠിച്ചത്. ഓക്കെ, സ്ട്രെയിറ്റ് അല്ലെ? അതായത് നേരായ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിലാണ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, കൻസി കറക്റ്റ് ആണ്. ഓപ്റ്റിക് എന്ന് പറഞ്ഞാൽ റിലേറ്റിംഗ് ടു സൈറ്റ്. ഓക്കെ, അപ്പൊ അത് ചേർത്ത് വായിക്കുമ്പോ ഓർത്തോപ്റ്റിക് എന്ന് പറയുന്നത് എന്താണ്? നേരായ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടത് എന്നുള്ളതാണ്. അപ്പൊ കണ്ടോ, ഇങ്ങനെയാണ് ഇങ്ങനെയുള്ളൊരു മോഡലായിരിക്കും കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാത്തിനും ആൻസർ കിട്ടുന്നുണ്ട്, പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. അപ്പൊ അത് വായിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് എങ്ങനെ പഠിക്കണം, എവിടെയൊക്കെ നമ്മൾ എല്ലാം നമ്മൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിച്ചു പോവുക, അത്രേ വേണ്ടൂ. നമുക്ക് ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഓപ്ഷൻസിന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ടാസ്ക് മാത്രമേ വരുന്നുള്ളൂ. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഇതിനകത്ത് പറയുന്നത് അല്ലെ?
അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ പഠിക്കുന്നത് ശ്രദ്ധിക്കണം. അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും വരുന്ന ഓർഗൻ സിസ്റ്റം എന്ന് പറയുന്നത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഏകദേശം ഒരു ഐഡിയ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമ്മള് മൊഡ്യൂള് വന്നിട്ടത് മറ്റൊരു ചാപ്റ്റർ നമ്മൾ എടുത്തത് ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ് അല്ലെ. ഇതായിരുന്നു ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ് അല്ലെ. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? ആദ്യം എന്താണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പഠിച്ചു. പിന്നെ പുവർ കെയർഡ് ഇൻ ഐസിയു, ഐസിയുവിൽ നമ്മൾ എങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ ഐസിയുവിൽ പരിചരിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ ക്ലാസിഫിക്കേഷൻ, പല ടൈപ്പ് ഓഫ് ഐസിയു നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അതുപോലെ തന്നെ 2 ടൈപ്പാണ്, ഓപ്പൺ യൂണിറ്റ് ഐസിയു ഉണ്ട്, ക്ലോസ്ഡ് യൂണിറ്റ് ഐസിയു ഉണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. അത് ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം. ഓപ്പൺ യൂണിറ്റ് ഐസിയുവിന്റെ പ്രത്യേകത എന്താണ്? ട്രീറ്റിംഗ് ഫിസിഷ്യൻ ആണ് അവിടെ എല്ലാ കാര്യങ്ങൾക്കും റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത്. അവിടെ ഇന്റൻസിവിസ്റ്റ് എന്ന് പറയുന്ന ഐസിയു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് പേരിന് മാത്രമായിട്ടുള്ള ഒരു റോള് മാത്രമാണ് എവിടെ വരുന്നുള്ളൂ, ഓപ്പൺ യൂണിറ്റ് ഐസിയുവിനടുത്ത് വരുന്നുള്ളൂ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്ലോസ്ഡ് യൂണിറ്റ് ഐസിയു എന്ന് പറയുമ്പോൾ അവിടെ ഇന്റൻസിവിസ്റ്റുകൾക്കാണ് റോള് വരുന്നത്. ഫിസിഷ്യൻസിന് റോള് വരുന്നുണ്ട്, പക്ഷെ അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് ഒരു ക്ലോസ്ഡ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണ് ഒരു സ്പെഷ്യലൈസ്ഡ് വ്യക്തിയുടെ ഒരു ഇന്റൻസിവിസ്റ്റിന്റെ സേവനം ലഭിക്കുന്നത് കൊണ്ട് തന്നെ അതാണ് കുറേയും കൂടെ ബെറ്റർ ആയിട്ടുള്ളത്. പിന്നെ അതിന്റെ 2 അഡ്വാൻറ്റേജസ് ഒക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന്റെ സ്റ്റാഫിങ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഐസിയുവിലെ സ്റ്റാഫ് ടു നഴ്സ് റേഷ്യോ കേട്ടോ. ഓക്കെ, നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ കേട്ടോ. എത്രയാണ്? 1:1 അല്ലെങ്കിൽ 1:2 ആണ്. അതുപോലെ പി ഇസ് ദ രജിസ്ട്രാർ ഇൻ ഐസിയു, ഐസിയുവിന്റെ രജിസ്ട്രാർ ആരാണ്? സീനിയർ റെസിഡന്റ് ഡോക്ടർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഐസിയുലുള്ള രോഗികളുടെ റെക്കോർഡുകളും മറ്റുമൊക്കെ സമ്മറീസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ജൂനിയർ റെസിഡന്റ് ഡോക്ടർ ആണ്. ഓക്കെ, അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റുകളാണ് കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ചത് ഐസിയു അഡ്മിഷൻ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്? 5 ക്രൈറ്റീരിയാസ് ഒക്കെ നമ്മൾ അതിനകത്ത് പഠിക്കുന്നുണ്ട്. പ്രോഗ്നോസിസ്, പ്രയോറിറ്റിക്ക് അനുസരിച്ചുണ്ട്, ബ്ലഡ് ബെഡ് അവൈലബിലിറ്റി അല്ലെ. പിന്നെ എന്താണ്? ഡിസ്ചാർജ് അല്ലെ. നമുക്കറിയാം ഒരു ഐസിയുവിന്റെ സാധാരണ റൂട്ടീൻ റൗണ്ട്സ് ഏത് സമയത്താണ് നടത്തുന്നത്? മോർണിംഗിലാണ്, മോർണിംഗ് 9 to 11 AM സമയത്താണ് അല്ലെ. 9 തൊട്ട് 11. അപ്പൊ മോർണിംഗ് ആണ് കേട്ടോ, ഈവനിങ് ഒന്നും അല്ല. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ ഡിസ്ചാർജിന് ചെയ്യുന്ന പ്രൊസീജിയറുകൾ എന്തൊക്കെയാണ്, എങ്ങനെയുള്ള രോഗികളെയാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പഠിക്കുന്നത് പലവരുടെയും റെസ്പോൺസിബിലിറ്റീസ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ ഒരു ഐസിയു ഇൻചാർജിന്റെ ഐസിയു ഇൻചാർജ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇന്റൻസിവിസ്റ്റ് ആണ് കേട്ടോ. ഐസിയു ഡയറക്ടർ എന്ന് നമുക്ക് അവരെ വിശേഷിപ്പിക്കാം, ഐസിയു ഇൻചാർജ് എന്ന് പറയാം. അവരെ തന്നെയാണ് ഇന്റൻസിവിസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ്? ഇത്രയേ ഉള്ളൂ. ഐസിയുവിന്റെ പരിചരണം കൊടുക്കുന്നതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ എന്നാണ് ഇവിടെ അർത്ഥം കേട്ടോ. അപ്പൊ ഈ പേര് കേൾക്കുമ്പോൾ അയ്യോ ഐസിയു ഡയറക്ടർ ആരാണ്, അവ ഞങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ ചിന്തിക്കരുത്. ഐസിയു ഡയറക്ടർ, ഐസിയു ഇൻചാർജ് എന്നൊക്കെ പറഞ്ഞ ആര് തന്നെയാണ്? ഇന്റൻസിവിസ്റ്റിന് തന്നെയാണ് കേട്ടോ. പിന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ നമ്മൾ പഠിച്ചത് ഐസിയു സെക്രട്ടറി ആണ് അല്ലെ. ഐസിയു സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ്. ഐസിയുവിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഐസിയുവിലുള്ള രോഗികൾക്കും അവിടെ വരുന്ന മറ്റ് വിസിറ്റേഴ്സിനൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും മറ്റും പ്രൊവൈഡ് ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ്. ഇതൊരു ക്ലിനിക്കൽ ജോബ് അല്ല ചെയ്യുന്നത് കേട്ടോ. ട്രീറ്റ്മെന്റ് കൊടുക്കുകയോ മരുന്ന് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളല്ല അവർ ചെയ്യുന്നത്. അതെ, ഡ്യൂട്ടീസ് ഓഫ് ഐസിയു ദാറ്റ് മീൻസ് ക്ലിനിക്കൽ അല്ല, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഐസിയു സെക്രട്ടറി. അദ്ദേഹത്തിന്റെ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയും മാത്രമാണ് നമ്മൾ ആ ഒരു ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്നും അതിനകത്ത് ആദ്യം ഒരു പോയിന്റ് പോലും സത്യം പറഞ്ഞ് കളയാനില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ പറയാം. എന്തായാലും ഞാൻ നിങ്ങളോട് പറഞ്ഞ നമുക്ക് പാലിക്കാം. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്തേക്കാം. നമുക്കിപ്പോ ക്ലാസ് വൈകിട്ട് ചെയ്യാൻ ഒരു മിനിറ്റ്.